ഹലോ ഗൈസ്, ഞങ്ങൾ വയനാട്ടിൽ പോവുകയാണ്. അപ്പോൾ കേട്ട പോണേ വയനാട്ടിൽ 10 മിനിറ്റ് ആയില്ല. നമ്മളെ എല്ലാം പാത്തുമ്മ അയച്ചിട്ടുണ്ട്. എന്തിനാ മുടിക്കുടിക്കൊക്കെ അയച്ചേ? അപ്പോൾ മക്കൾ പറഞ്ഞ പോലെ നമ്മളിതാ വയനാട്ടിലേക്ക് പോവാണ്. ഇറങ്ങിയപ്പോൾ നല്ല മഴയിനു, പക്ഷേ ചുരം കയറി തുടങ്ങിയപ്പോൾ ഇതാ കോടമഞ്ഞൊക്കെ വന്ന് തുടങ്ങിയാണ്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് അവർ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നത് തക്വ മോറൽ സ്റ്റഡീസ് ഓൺലൈൻ മദ്രസയിലാണ് കേട്ടോ. അക്കാഡമിക് കൗൺസിലറായിട്ടാണ്. ഈ ഒരു റിസോർട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തി. ഇത് എൻട്രൻസ് ആണ്, ഇതാണ് റിസപ്ഷനാണ് ഇതിൻ്റെ. പിന്നെ നേരെ കാണുന്ന ആ ഒരു ഹട്ടില്ലേ, ആ ഒരു ഹട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് 2 വില്ലകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റും കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ മേലെ ഭാഗമൊക്കെ ഒരു മലയാണ്. അപ്പോൾ അതിൻ്റെ മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, അല്ലാതെ മൃഗങ്ങൾ വരുന്ന അങ്ങനത്തെ പ്രദേശങ്ങളൊന്നുമല്ല കേട്ടോ. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അത് പിന്നെ ഓല് കണ്ടാൽ പിന്നെ അവിടുന്ന് പോരൂല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു തോടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ഇവിടെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിലും വെള്ളം അകത്തേക്ക് കയറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളെ ഹട്ടിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ബെഡ് ഇടാനുള്ള ഒരു സ്പേസാണിത്. പിന്നെ ഇത് നമ്മളെ റൂമാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് സ്വിമ്മിംഗ് പൂളും ആ ഒരു ഏരിയ മൊത്തമായിട്ട് കാണാം. കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലാത്ത വീഡിയോ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വലിയൊരു പാറയും ഒരു മല ഒക്കെ ആണ് കേട്ടോ. പിന്നെ മറ്റേ സൈഡിലാണെങ്കിൽ നിറച്ച് മരങ്ങൾ, ഒരു കാട് പോലെ തന്നെ തോന്നും. ഞങ്ങളവിടെ മാറ്റിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതാണ് ചെയ്തത്. മഴയൊക്കെ പെയ്തിന്, നല്ല മഴേന്. അപ്പം ഞങ്ങൾ കണ്ണടയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് കുളിക്കുക. അപ്പം നല്ല തണുപ്പുണ്ടായിന്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇട്ട് നീന്തുക. അപ്പോൾ ഞാൻ ഒറ്റക്ക് നീന്തണതിൻ്റെ ഇത് നോക്കിക്കോ. പണ്ട് ഞാൻ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങൂല്ലേനി. ഇപ്പം ഈ സ്വിമ്മിംഗ് പൂളിൽ വന്നപ്പോൾ ഇവിടെ ട്യൂബൊക്കെ ഇല്ലേ, അതിലോണ്ട് ഇറങ്ങി വലിയതിലും ചെറുതയിലും എന്നിട്ട് ഇങ്ങനെ നീന്തുണ്ട് ഞാൻ. കുറേ നേരം നീന്തി കുടിച്ചിട്ട് എന്തൊരു തണുപ്പേനി. അങ്ങനെ കുറേ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി റൂമിൽ നിന്ന് കാരക്ക ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പുറത്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ച് പോയതിന്. കേട്ടോ വെച്ച് വെക്കാം ആദ്യം. യുദ്ധത്തില് രാജാവും പടയാളികളും എല്ലാരും സൈന്യം എല്ലാരും ഒരുങ്ങി നിൽക്കുക. ഇതേടുന്ന് പഠിച്ചേ? എന്റെ വലുതുണ്ട്, വലുതുണ്ട്. രാജാവിനെ രാജാവ് കൊല്ലപ്പെട്ടാല് യുദ്ധം അവസാനിച്ച്, അങ്ങനല്ലേ? രാജാവിന് അവസാനം അവക്കല്. അങ്ങനെ ചെസ്സ് കളി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഇത് എവിടുന്നാണ് ഇങ്ങനെ കളിക്കുന്നത് കണ്ടതെന്നൊന്നും അറിയില്ല. ഇനി ഓൻ ഒറ്റക്കായിട്ട് പഠിച്ച് ഇങ്ങനെ ആയിരിക്കുന്നു വിചാരിച്ച് കളിക്കുകയാണോ എന്നും അറിയില്ല. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മുന്നോട്ട് വെക്കുക, അപ്പോൾ ഓനും ഒന്ന് മുന്നിലേക്ക് വെക്കും, അപ്പോൾ ഔട്ടാവും. പിന്നെ ഞാൻ അടുത്തത് വെക്കും, പിന്നെ ഓൻ വെക്കും. അങ്ങനെ സംഭവം കളി നല്ല കോമഡി ആയിരുന്നു. ഉണ്ട് ഒരു മന്ത്രിയും. കുറച്ച് ബാക്കോട്ട് കിട്ടിയില്ല. ഏടെ വെച്ച് കഴിഞ്ഞ് ബാക്കോട്ട് വെച്ചേ മുമ്പ് കൊണ്ട് വെക്കണ്ടേ, നല്ല കിട്ടുള്ളൂ.
ഉമ്മച്ചി കിട്ടിയില്ല, ഉമ്മച്ചി പോയി. അപ്പോൾ ചെസ്സൊക്കെ കളിച്ച് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ആടെ ഒരു ഫാമിലി പോയിന്. അപ്പം എന്തുവൻ്റെ കൈമേൽ ഒരു അണ്ണാനെ വെച്ച്. അപ്പം എന്താന്നാലും ഓൾക്കുണ്ട് അപ്പച്ചൻ്റെ കയ്യിൽ ഒരു എലീനെ വെച്ച്. അപ്പോൾ ഓൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓളുടെ കയ്യിൽ വെച്ചെടുത്ത് പച്ചി താഴത്തും വെച്ച്. ഈ എന്താ കയ്യിൽ വെക്കാഞ്ഞ്? അതെനിക്ക് പേടിയായിട്ട്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് ഉറങ്ങി. രാവിലെ ഒരു 5:30 ആയപ്പോൾ ഈ ഹട്ടിൻ്റെ മേലേക്ക് ഇങ്ങനെ എന്തോ വന്ന് വിൽക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങുന്നത് പേടിച്ചിട്ടാണ്. നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ പോയതല്ലോ. ഞാൻ പേടിച്ചിട്ടാണ് ഉറങ്ങണത് തന്നെ. ഉണ്ടാവുമെന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് മുമ്പ് നടന്നത് അറിയാലോ. ഓൾറെഡി അവൾ ബുക്ക് ചെയ്ത് പോയതുകൊണ്ടാണ് പിന്നെ 2 കൽപ്പിച്ച് അങ്ങനെ പോയതിപ്പോൾ. കുറേ നേരം ഇങ്ങനെ എന്തോ വന്ന് വിൽക്കണ സൗണ്ട് ഇങ്ങനെ കേൾക്കുക. ഒരു 2-3 മിനിറ്റ് ഞാൻ കേട്ട് ഞാൻ മെല്ലെ കർട്ടൻ നീക്കി നോക്കുമ്പോണ്ട് ഒരു 10-50 എന്താ അണ്ണാനല്ല കുരങ്ങന്മാർ വന്നിട്ട് ഇതിൻ്റെ മേലേക്ക് മുകളിൽ മലയെന്നെങ്ങാനും ചാടി വരികയാണ്. ഈ ഹട്ടിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ചാടിയിട്ട് സൗണ്ട് കേൾക്കുക. എന്നിട്ട് നോക്കി ഒരു കളിക്കുന്ന കളി മക്കളെ നോക്കി. പാർക്കിൽ വന്നതിൻ്റെ പോലെ തന്നെ ഉണ്ട്. നെരുങ്ങി ഇതിൻ്റെ മുകളിൽ നിന്ന് ഒറ്റ കൈയേ ഉള്ളു, വികലാംഗന. കൈയില്ല. 5-6 നാടൻ മാങ്ങ ഉണ്ടേനി കേട്ടോ, ചേലം മാങ്ങേനെ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അത് ചെത്തി തിന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഓല് മുറ്റത്ത് ഇറങ്ങി ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞേ. ഞാൻ ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഫുട്ബോൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അതിലിറങ്ങി കുളിക്കുകയും ചെയ്യാലോ അല്ലേ? തണുക്കൊന്ന് വിചാരിച്ചിട്ടാണോ, അല്ലാതൊന്നുമല്ല. എന്നിട്ട് എൻ്റെ ഐഡിയ കണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടോ. തിരിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്ന് ഞങ്ങൾ നേരെ മൈസൂരേക്കുള്ള പോക്കാണ് കേട്ടോ ഇത്. മൈസൂർ പോകുമ്പോൾ പാത്തുമ്മക്ക് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം. ആ ഫ്രണ്ട് സീറ്റിലല്ല, സീറ്റിൻ്റെ 2 സീറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി നിൽക്കണം. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ പിടിക്കാനും പറ്റൂല, ഒക്കെ അവിടെ നിൽക്കുകയും വേണം. ഒരു ബ്രേക്ക് അടിക്കുമ്പോൾ മുന്നോട്ട് അങ്ങ് വീണോവില്ലേ. അപ്പോൾ അതിന് വേണ്ടി ബാക്കിൽ നിന്ന് ഞാൻ പിടിച്ച് വെച്ചിനി. ആ പിടിച്ചതിനുള്ള എക്സ്പ്രഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദേഷ്യം പിടിച്ച് കയറി നിൽക്കുകയാണ് ആ കണ്ണ്. ഇങ്ങനത്തെ മക്കളുണ്ട് നിങ്ങളെ പുരയിലും? കാറിൽ കയറിയാൽ തുടങ്ങും ആ സീറ്റിൻ്റെ ഇടയിൽ നിൽക്കണതിന് പ്രശ്നമില്ല. ഇനി നമ്മളെ പിടിക്കാൻ സമ്മതിച്ചാൽ മതി. എന്നിട്ട് അവസാനം ഒരു ഡയലോഗ്, ഉമ്മച്ചിന് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളിതാ മുത്തങ്ങ ഫോറസ്റ്റ് വഴി മൈസൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തങ്ങ ഫോറസ്റ്റ് കടന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ടേനു അങ്ങോട്ടേക്ക് കയറിയത്. പക്ഷെ പിന്നെ പോണ വഴിക്ക് നമ്മൾ പ്ലാൻ മാറ്റി മൈസൂരേക്ക് ആക്കിയതാണ് കേട്ടോ. മൈസൂർ പോയ വീഡിയോ വേറെ വ്ളോഗിൽ വരിക. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ.